നമസ്കാരം. ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മലയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2022 ഏപ്രിൽ മാസം 12-ാം തീയതി രാഹുകേതു മാറ്റത്തിനെ പറ്റിയാണ്. അപ്പോൾ ഭൂമി സൂര്യനെ വലം വെക്കുന്ന പ്രതലത്തെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഭ്രമണപഥമുണ്ട്. ആ ഭ്രമണപഥത്തിനെ കട്ട് ചെയ്യുന്ന 2 പോയിന്റുകളെയാണ് രാഹു എന്ന് കേതു എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് ഒന്ന് അസെൻഡിങ് ഓർഡറിലും ഒന്ന് ഡിസെൻഡിങ് ഓർഡറിലുമാണ് നമുക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. നമുക്ക് 2022 ഏപ്രിൽ മാസം 12-ാം തീയതി, അതായത് കൊല്ലവർഷം 1197 മീനം 29-ാം തീയതി 1:37 ഉച്ചയ്ക്ക് 1:37 ആണ് നമുക്ക് രാഹുകേതു മാറ്റം സംഭവിക്കുന്നത്. നമുക്ക് രാഹു മേടൻ രാശിയിലേക്കും കേതു തുലാൻ രാശിയിലേക്കുമാണ് സഞ്ചരിക്കുന്ന അവസ്ഥ. നമുക്ക് അടുത്ത ഒരു രാഹുകേതു മാറ്റം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2023 ഒക്ടോബർ മാസം 30-ാം തീയതി 4:35 PM ഈ സമയം വരെ ഈ ഗ്രഹങ്ങൾ ഈ രാശിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കിനി ഗുണകരമായിട്ടുള്ള അവസ്ഥ നമുക്കൊന്ന് നോക്കാം. രാഹു ഗുണകരമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുനം, വൃശ്ചികം, കുംഭക്കൂറുകൾക്ക് വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. കേതുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എടവം, ചിങ്ങം, ധനുക്കൂറുകാർക്കാണ് വളരെ ഗുണകരമായിട്ട് പറയുന്നത്. നമുക്കിനി 27 നക്ഷത്രക്കാർ ഓരോ 12 രാശി അല്ലെങ്കിൽ 12 കൂറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അപഗ്രഥിച്ച ശേഷം ഓരോരുത്തർക്കും എങ്ങനെ ഇത് സ്വാധീനിക്കുന്നു, എല്ലാവർക്കും ജീവിതത്തിൽ എങ്ങനെ ഇത് ഗുണമായിട്ടാണോ ദോഷമായിട്ടാണോ എന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അപഗ്രഥിച്ച ശേഷമാണ് ഞാനിവിടെ ഫലങ്ങളെ പറയുന്നത്. ഇതിൽ നമുക്ക് ജാതകത്തിലേക്ക് വരുമ്പം ചെറിയ ചില്ലറ മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം. അതിൽ കുറച്ചുകൂടി വ്യക്തത ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുക. ജ്യോതിഷനെ സമീപിച്ച് രാഹുകേതു മാറ്റം നമ്മുടെ ജാതകവശാലും കൂടെ നമുക്ക് എങ്ങനെയാകും എന്ന് ചിന്തിച്ച് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹരിച്ചു പോകുന്നത് നന്നായിരിക്കും. നമുക്ക് നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. ജീവിത പങ്കാളിയുമായിട്ട് സന്തോഷത്തോടെ കഴിയാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. വസ്തുവകകൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കാനുള്ള യോഗം അശ്വതി നക്ഷത്രക്കാർക്ക് പറയപ്പെടുന്നുണ്ട്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഭാഗ്യമായിട്ടുള്ള കാലയളവാണ്. വാഹനം വാങ്ങിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് സസ്പെൻഷനൊക്കെ നിൽക്കുന്നവർക്കാണ് തിരിച്ചു കയറാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ദീർഘകാലമായിട്ട് നമുക്ക് അധ്വാനിക്കുന്ന എന്ത് വിഷയമായി അതിലെ കഴിവ് പ്രകടിപ്പിക്കാൻ അത് മുഖേന പുരസ്കാരങ്ങൾ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ദൂരദേശത്തേക്ക് സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കായാലും അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള വിഘ്നങ്ങൾ പലതും നേരിടായിട്ടൊക്കെ വരാം. എന്നാലും ഇവരുടെ മനസ്സമീപനം കൊണ്ട് അതൊക്കെ ഒരു മാറ്റി മുന്നോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. ബന്ധുമിത്രാദികളുമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ നീക്കി വീണ്ടും അവരുമായിട്ട് സ്നേഹത്തിലാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പുതിയ സുഹൃത്തുക്കളെ കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. പുതിയ സുഹൃത്തുക്കളുമായിട്ട് ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ എന്തെങ്കിലും ആരംഭിക്കാനും വിജയത്തിലെത്തിക്കാനും ഒക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ക്രമേണ ഒരു ഓണത്തിന് ശേഷം അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് വന്നു വരാം. പ്രത്യേകിച്ച് രോഗാദി വിഷയങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് വേണ്ട ചെറിയ അസുഖങ്ങൾ പോലും തൃണവൽക്കരിക്കാതെ വേണ്ടുന്ന ചികിത്സകൾ മറ്റും ചെയ്ത് മുന്നോട്ട് പോവുക. ഒരു ദോഷപരിഹാരമായിട്ട് മഹാദേവന് പ്രദോഷവ്രതം എടുക്കുന്നതും കുവള അർച്ചന നടത്തുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത നിവേദ്യം നടത്തുന്നതും എന്നും ഓം വജ്ഭവേദമാണെന്നും ഓം നമഃ ശിവായ ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഭരണനക്ഷത്രക്കാർക്ക് മേലുദ്യോഗസ്ഥരുമായിട്ട് രമ്യതയിലാവാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. സഹപ്രവർത്തകരുമായിട്ട് ചെറിയ രീതിയിലുള്ള സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കുക. ദൂരയാത്രകൾ പലതും ലക്ഷ്യം കണ്ടെന്ന് വരികയില്ല. അതുപോലെ മതപരമായിട്ടും ആത്മീയപരമായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അപകടം ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാഹനങ്ങൾ മാറ്റി വാങ്ങിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ചിലവ് വർദ്ധിക്കുന്നത് ഇവർക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയൊക്കെ വരാം. സമ്പാദ്യത്തിൽ എപ്പോഴും കുറവ് വരുമോ എന്നൊരു ചിന്താഗതി ഇവരെ എപ്പോഴും വേട്ടയാടിയെന്നൊക്കെ വരാം. ഇവർ വിഭവനാശങ്ങൾ ഇവർക്ക് ചെറിയ രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഡിസംബറിന് ശേഷം പറയപ്പെടുന്നുണ്ട്. സഞ്ചാരം ധാരാളം ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സ് മടിച്ചു പോകുന്ന അവസ്ഥകളൊക്കെ ഇവർക്കുണ്ടാകും. അതൊക്കെ ഒന്ന് നിലനിർത്താൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലും ഇവർക്ക് ടെൻഷനൊക്കെ ധാരാളമായിട്ട് വരാം. അതുപോലെ തന്നെ ഇവർ ഈ ജലം കൊണ്ട് അഗ്നി കൊണ്ട്, അതായത് തീ കൊണ്ടോ വെള്ളം കൊണ്ടോ ഒക്കെയുള്ള ആപത്തുകളൊക്കെ ഇവർക്ക് നേരിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ദോഷപരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിലെ കുങ്കുമാർച്ചനയും ശ്രീരാമസ്വാമിക്ക് നെയ്വിളക്കം കത്തിക്കുന്നതും ഓം ഹ്രീം ദുർഗായി നമഃ എന്നും ജപിക്കുന്നതും ഏറ്റവും നന്നായിരിക്കും.
അടുത്ത കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിന് പ്രത്യേക ആനുകൂല്യങ്ങൾ പലതും ലഭിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. കർമ്മരംഗത്ത് നല്ലൊരു തിളക്കം ഉണ്ടാവാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും അംഗീകാരങ്ങളും ബഹുമതികളും കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ശമ്പള വർധനയുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. മനോവിഷമം ഇടയ്ക്ക് ഉണ്ടാവാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ പലതും ഇവർക്ക് പല സമയത്ത് നേരിടേണ്ടി വരാം. അതുപോലെ ധനനഷ്ടം കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഊഹ കച്ചവടത്തിലൂടെ ചെറിയ രീതിയിലുള്ള ലാഭങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ, വീഴ്ചകൾ, ശത്രുക്കൾ ഇവയൊക്കെ കൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദുരിതങ്ങൾ, അപകടങ്ങൾ എന്നിവ സുഹൃത്തുക്കളുടെ സഹായത്തോടെ വഴിമാറി പോകാനും മതി. അതുപോലെ തന്നെ ദ്രവ്യനാശം ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. ചെറിയ രീതിയിലായാലും പങ്കാളിയായിട്ടുള്ള കലഹതകളൊക്കെ ഉണ്ടായെന്ന് വരാം. മാതൃദത്തമായിട്ടുള്ള സ്വത്തുക്കൾ അത് ലഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. മധ്യസ്ഥ നിന്ന് പല കാര്യങ്ങൾ എടുത്തിയാട്ടമൊക്കെ കുറയ്ക്കുക. കഴിവതും മധ്യസ്ഥ നിൽക്കുന്നതൊക്കെ കുറയ്ക്കുന്നവർ നന്നായിരിക്കും. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി അശ്രാന്തം പരിശ്രമിക്കേണ്ട സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. വീട്ടിലെ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് കരുതി വെച്ച പൈസ പലപ്പോഴും തികയാതെ വരുന്ന അവസ്ഥ ഇവർക്ക് ഈ സമയത്ത് ഉണ്ടായിന്ന് വരാം. ദോഷപരിഹാരമായിട്ട് കൃഷ്ണസ്വാമി അമ്പലത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും കദളിപ്പഴ നിവേദിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ പൊങ്കാലയിടുന്നതും മഹാദേവന്റെ അമ്പലത്തിൽ പോയിട്ട് മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. രോഹിണി നക്ഷത്രത്തിന് മുടങ്ങിക്കിടന്ന പല ജോലികളും പൂർത്തിയാക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ കൃഷികൾ, ആധുനിക രീതിയിലുള്ള കൃഷിയൊക്കെ അവലംബിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. യാത്രകൾ നിമിത്തം ലാഭങ്ങൾ പലതും ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പുതിയ കൂട്ടുകെട്ടുകൾ മുഖേന സിനിമ മേഖല നിൽക്കുന്നവർക്കായാലും രാഷ്ട്രീയ മേഖല നിൽക്കുന്നവർക്കായാലും ഉയർച്ചകളൊക്കെ പറയപ്പെടുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും തുടങ്ങി വെക്കാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. കരാർ ജോലികൾ പലതും ഏറ്റെടുക്കാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. സാഹസികത, രാത്രി സഞ്ചാരം ഇവയൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചെറിയ രീതിയിലുള്ള ചീത്തപ്പേരുകൾ കൂട്ടുകെട്ടുകൾ മുഖേന ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ശരീരക്ഷതം എക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവം ഇവർക്ക് പ്രായണ ഉണ്ടാകും. അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളും ഒരു ജാഗ്രത പുലർത്തുന്നതും എന്ത് കാര്യമായാലും ഒരാളോട് ചോദിച്ച് അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ഉപദേശം വാങ്ങും ചെയ്യുന്നതും ഏറ്റവും നല്ലതായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയപ്പെടുന്നുണ്ട്. ഓരോ നീക്കത്തിലും ഇവർ ചതി ഒഴിഞ്ഞിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ധാരാളം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് വരുന്നെന്ന് വരാം. ചുരുക്കം ചില സമയങ്ങളിലായാലും നമുക്ക് ഭാര്യാഗ്രഹത്തിൽ നിന്നും അല്ലെങ്കിൽ പങ്കാളി ഗ്രഹത്തിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച വിദ്യാലയത്തിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് പിന്നീട് പ്രായണ 2023 ലാഭത്തിലെത്താനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. യാത്രകൾ മുഖേന സമ്പത്ത്, പ്രത്യേകിച്ച് വിനോദസഞ്ചാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട സമ്പത്ത് ഉണ്ടാക്കുന്നവരായാലും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമായിട്ടാണ് പറയപ്പെടുന്നത്. ഇവർക്ക് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ക്ഷീരധാരയും പിൻവിളക്കും, ദേവിക്ക് അർച്ചനയും സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകവും ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. മകയിര നക്ഷത്രത്തിന് കർമ്മരംഗത്ത് ഈശ്വരാനുകൂല്യം ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകുന്ന സമയമായിട്ടാണ് പറയപ്പെടുന്നത്. വസ്തുവിൽപ്പനയിൽ ധാരാളം നേട്ടം ഉണ്ടാവാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് കുരുക്കുകളെല്ലാം അകന്നു പോകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. വിവാഹം നിശ്ചയിക്കുന്നവർക്ക് വിവാഹം മുടങ്ങിപ്പോകാൻ ചെറിയ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബത്തിൽ നിന്ന് തന്നെ ചെറിയ പാരകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കളവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകും. ആരോപണങ്ങളൊക്കെ പിന്നീട് വഴിമാറി പോകുന്നതായിരിക്കും. നിശ്ചയം വരെ എത്തിയ വിവാഹം ഒന്ന് മുടങ്ങത്തില്ലയോ എന്നുള്ള അവസ്ഥ വന്ന് തിരിച്ച് വീണ്ടും നടക്കുന്നൊരവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും ആനുകൂല്യമുള്ള കാലം തന്നെയാണ്. കൃഷിയിൽ ആദായം വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വാഹനങ്ങളുടെ ബിസിനസ്സുമായിട്ട് നിൽക്കുന്നവർക്കായാലും ഗുണകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അല്ലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കും ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. വൻ ധനലാഭമൊക്കെ ബിസിനസ്സിലൊക്കെ ഉണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. അറ്റാദായം ഉണ്ടാകുന്ന പല മേഖലകളും വിട്ട് പുതിയ മേഖലകൾ കൈയടക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ധനാഗമനം മാസാദ്യം കുറേശ്ശെ ആണെങ്കിലും മാസം അവസാനത്തോട് തന്നെ വർദ്ധിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. മനസ്വസ്ഥതയും സമാധാനം അല്പം കുറയുമെങ്കിലും പ്രായണ 2023 ഇവർക്ക് നല്ല ഒരു മാറ്റം പറയപ്പെടുന്നുണ്ട്. സംതമായ കുടുംബജീവിതമൊക്കെ ഉണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ചില നഷ്ടങ്ങളൊക്കെ ഒരു നവംബർ-ഡിസംബർ കാലയളവിലൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പരിഹാരമായിട്ട് ഗണപതി ഹോമം അടുത്ത ക്ഷേത്രത്തിൽ ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് ചെയ്യുന്നതും ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം വ്യാഴാഴ്ച വ്രതത്തോടെ എടുക്കുന്നതും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. തിരുവാതിര നക്ഷത്രത്തിന് സാമ്പത്തിക നഷ്ടം ചെറിയ രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക.
കരുതി എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. ഇവർക്ക് അന്നലാഭം എടുത്ത് പറയത്തക്ക ഒരു ഗുണമായിട്ട് പറയപ്പെടുന്നുണ്ട്. ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. അധികം ആരും പോകാൻ ഇടയില്ലാത്ത പല മേഖലകളിലും പോയി വിജയിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. അധികാര സ്ഥാനത്ത് നിൽക്കുന്നവരുടെ ചെറിയ അപ്രീതിയൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദാമ്പത്യ സൗഖ്യം എടുത്ത് പറയത്തക്ക ഒരു ഗുണം തന്നെയാണ്. ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വളരെ കാലമായിട്ട് സന്താനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ്. സ്ഥാനലബ്ധിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ രാഷ്ട്രീയ മേഖല നിൽക്കുന്നവർക്ക് കാണിക്കുന്നുണ്ട്. വിദ്യാപുരോഗതിയൊക്കെ എടുത്ത് പറയത്തക്ക ഒരു ഗുണം തന്നെയാണ്. ആരോഗ്യരംഗത്ത് നിൽക്കുന്നവർക്കായാലും ആരോഗ്യരംഗം അവർ നിൽക്കുന്ന മേഖല പുഷ്ടിപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സകല വ്യാപാര വ്യവസായങ്ങൾ നിൽക്കുന്നവർക്കും ഫലം അവരുടെ കഷ്ടപ്പാടിനൊത്ത ഒരു ഫലം ഇവർക്ക് കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ പലതും ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നിർമ്മാണ മേഖല നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അംഗീകാരങ്ങൾ അനുമോദനങ്ങളൊക്കെ കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള അപകട സാധ്യത ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഒരു ആകെ സെപ്റ്റംബറോടെയുണ്ട്. ആ സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോഴായാലും റോഡ് മുറിച്ച് കിടക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത നിവേദ്യം, നെയ്വിളക്ക്, ദുർഗാദേവിക്ക് ഭഗവതി സേവ, ദുർഗാസുക്തം കൊണ്ട് അർച്ചന കഴിക്കുന്നത്, നിത്യം ഓം ഹ്രീം ദുർഗായി എന്ന് 16 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. സാധിക്കുമെങ്കിൽ 108 പ്രാവശ്യം ജപിക്കുക. പുണർവ നക്ഷത്രം ആലോചനയില്ലാത്ത പ്രവർത്തിക്കുന്ന മുഖേന ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എടുത്തുചാട്ടം, മറ്റുള്ളവരുടെ കുറ്റം പറയുക, ഇതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പല ക്ഷേത്രങ്ങളിലും പുണ്യസങ്കേതങ്ങളിലൊക്കെ പോകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് ചെറിയ രീതിയിലുള്ള ഉയർച്ചകളെ ഉള്ളൂവെങ്കിലും ഇവർക്ക് കുറച്ചുകൂടി സമ്പാദ്യശീലം ഉണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. സാമ്പത്തിക നേട്ടമുള്ള പുതിയ പുതിയ കർമ്മ പരിപാടികൾ ഇവർ ആവിഷ്കരിക്കുന്നതായിരിക്കും. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും വിജയം കൈവരിക്കുമെങ്കിലും ഇവർ പറഞ്ഞു കൊടുത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. വലിയ പുരോഗതി ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലമായിട്ട് നിൽക്കുന്ന കേസുകൾ എന്തെങ്കിലും ഉണ്ട്, അതൊക്കെ ഒത്തുതീർപ്പാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. സർക്കാർ ജോലി ലഭിക്കാൻ, അവനവനോ സന്താനത്തിനൊക്കെ സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പങ്കാളിയുമായിട്ട് വളരെ കാലത്തിന് ശേഷം ഒത്തുചേർന്ന് പോകാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഇവർക്ക് പ്രായണ ഒരു ഓണത്തിന് ശേഷം ധനലാഭം ഉണ്ടാകുന്നതായിരിക്കും. സുഖാനുഭവങ്ങൾ പലതും പറയപ്പെടുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലായാലും സഹോദരങ്ങൾ നിമിത്തം ദുഃഖാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു വരാം. ബന്ധുക്കളിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള സമീപനം ഉണ്ടായിരുന്നു വരാം. ഇവർക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാലും മറ്റവർക്കൂടെ അവർക്കും പോരാ എന്നൊരു ചിന്താഗതി ഉണ്ടാവാം. അത് മുഖേന ഇവർക്ക് മാനസിക വിഷമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. ഇവർ ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കദളിപ്പഴം മാല കെട്ടിച്ചാർത്തുന്നത്, കറുകമാല ചാർത്തുന്നത്, ദുർഗാദേവിക്ക് നെയ്വിളക്കും അതുപോലെ തന്നെ ദുർഗാദേവിയുടെ ഇഷ്ടസുക്തം കൊണ്ട് അർച്ചന നടത്തുന്നതും, നിത്യം നമ്മൾ ഓം നമോ നാരായണ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഉത്തര നക്ഷത്രത്തിന് സാമ്പത്തികപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും പ്രായണ ഇവർക്കൊരു മാറ്റം ജൂൺ ജൂലൈക്ക് ശേഷം നല്ലൊരു മാറ്റം ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. ചെലവ് കൂടുന്നതനുസരിച്ച് വരുമാനം കൂടാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഉദ്യോഗക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത സെപ്റ്റംബറിന് ശേഷം കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കൈവച്ച എന്തെങ്കിലും പ്രമാണങ്ങൾ അല്ലെങ്കിൽ കൈവച്ച എന്തെങ്കിലും വിലവെടുപ്പുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഈ പറഞ്ഞ ജൂൺ ജൂലൈ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. വിദേശത്ത് പഠിക്കുന്നവർക്കായാലും ജോലി കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വിദേശത്ത് പഠിക്കുന്നവർക്ക് നാട്ടിലൊന്ന് വന്നിട്ട് പോകാനുള്ള യോഗം ഈ വർഷം കാണിക്കുന്നുണ്ട്. മാതാവിനും പിതാവിനും ഒക്കെ ചെറിയ രീതിയിലുള്ള അരിഷ്ടതകളൊക്കെ ഉണ്ടാകും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കായാലും അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ്. ചെറിയൊരു കാര്യത്തിനും അശാന്തം ഒരുപാട് പരിശ്രമിക്കേണ്ട ഒരു കാലമായിട്ട് പറയപ്പെടുന്നുണ്ട്. പല വിധത്തിലുള്ള ധനസഹായങ്ങൾ പല ഭാഗത്തു നിന്ന് കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. വസ്തു ഒക്കെ വിറ്റിട്ട് എന്തെങ്കിലും കടബാധ്യത തീർക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് സന്താനത്തിൻ്റെ അല്ലെ പങ്കാളിയുടെ ഒക്കെ സഹായത്തോടെ ഗൃഹത്തിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണിയൊക്കെ തീർക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കൂടെ എന്തെങ്കിലും വിവാഹ കാര്യങ്ങളിൽ ഇടപെട്ട് ഇപ്പോൾ കുഴപ്പത്തിരിക്കുന്ന വിവാഹം നടത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ വിവാഹം ഇല്ലാത്തവർക്ക് നല്ലൊരു ജാതകം ഒപ്പിച്ചു കൊടുക്കാനൊക്കെ അവൻ്റെ ഒരു സ്വപ്രയത്നം കൊണ്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലായാലും കുറച്ച് കൂടുതലായിട്ട് ഇടപെടാനുള്ള സാധ്യത ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. അതുപോലെ കലഹിച്ചിരിക്കുന്ന സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇവർക്ക് വീണ്ടും സ്നേഹത്തിലാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. മാതൃ കുടുംബത്തിൽ നിന്നും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ വന്നു വരാം. ചെറിയ രീതിയിലുള്ള അഭിമാനക്ഷതങ്ങളൊക്കെ ഉണ്ടാവാൻ, ജോലി ഭാരം വർദ്ധിക്കാൻ ഒക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ദോഷപരിഹാരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഗുരുതി നടത്തുന്നതും ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നിത്യം നമഃശിവായ ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ആയില്യ നക്ഷത്രത്തിന് സാമ്പത്തികമായിട്ട് ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവാം. ഉദ്യോഗക്കയറ്റം എടുത്തു പറയത്തക്ക ഗുണം തന്നെയാണ്. ധാരാളം യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ
പല പല സംസ്ഥാനങ്ങളിൽ പോകും, വ്യത്യസ്തമായ ആഹാരങ്ങൾ കഴിക്കാനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ശ്രമകരമായിട്ടുള്ള എല്ലാ ജോലികളും ഇവർ ഈസി ആയിട്ട് ചെയ്തു തീർക്കാനുള്ള സാധ്യത ഇവർക്കുണ്ട്. സമയബന്ധിതമായിട്ട് എല്ലാ ജോലിയും ചെയ്തു തീർക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ജോലിക്കുള്ള അഭിമുഖങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒക്കെ വിജയത്തിൽ എത്താനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. പങ്കാളി ബിസിനസ്സിൽ സഹായിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഉദ്യോഗക്കയറ്റം ഉണ്ടാവുമെങ്കിലും നമുക്ക് ശത്രുക്കൾ സ്ഥാപനത്തിലൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വരുമാനം വർദ്ധിക്കാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. ഗൃഹാന്തരീക്ഷം സന്തോഷകരമായിട്ട് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വരുമാനം നല്ല രീതിയിൽ വർദ്ധിക്കുമെങ്കിലും അതിനകത്ത് ചിലവുകളൊക്കെ ഇവർക്ക് ഉണ്ടായിന്ന് വരാം, അതെപ്പോഴും ഇവരെ ആശങ്കപ്പെടുത്താം. മൊബൈൽ മുതലായ എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സമ്മിശ്ര ഫലമായിട്ടാണ് പൊതുവെ കാണുന്നതെങ്കിലും എതിർ ലിംഗക്കാരുമായിട്ട് പൊരുത്തമില്ലായ്മയും അഭിപ്രായ ഭിന്നതയും ഉണ്ടാകാനുള്ള സാധ്യത ഒരു ചെറിയ രീതിയിലായാലും ഈ പോലീസ് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ചെറിയ പെറ്റിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വാഹനം നഷ്ടത്തിൽ വിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആഭരണങ്ങൾ വിറ്റ് എന്തെങ്കിലുമൊക്കെ കടബാധ്യത ചെറിയ രീതിയിലുള്ള വീട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വളരെ കാലമായിട്ട് സ്വർണം പണയത്തിരുന്നവരൊക്കെ എടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അന്യദേശത്തേക്ക് സ്ഥലമാറ്റത്തിനോ അന്യദേശത്ത് വാഹനത്തിനോ വീടിനോ ഒക്കെ ശ്രമിക്കുന്നവർക്കായാലും അനുകൂലമായിട്ട് കാലം തന്നെയാണ്. അതിൽ നക്ഷത്രക്കാർ ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന നടത്തുന്നതും ഭഗവതിക്ക് നെയ്വിളക്കും പായസവും വഴിപാട് ചെയ്യുന്നതും നിത്യം ഓം മജ്ഭുവേ നമാന്നും ഓം മഹാഗണപതിയെ നമാന്നും ജപിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. മകനക്ഷത്രക്കാർക്ക് പൊതുവെ മേലധികാരിൽ നിന്നും ചെറിയ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകും. മേലധികാരിൽ നിന്നും ചെറിയ രീതിയിലുള്ള പാരയെ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. കുടുംബത്ത് എന്തായാലും മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ബിസിനസ് നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതായിരിക്കും, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. വസ്തു വാഹനം എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അസൂയാലുക്കൾ ഇവർക്ക് നല്ല രീതിയിലുള്ള പാരകളൊക്കെ വെക്കാം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അയൽക്കാരുമായിട്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമോ ഭിന്നതയൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മനോവിഷമം ഇവരുടെ ഭാര്യയുടെ അല്ലെ സുഹൃത്തുക്കളുടെയൊക്കെ ആ ഒരു സമാധാനിപ്പിക്കാനുള്ള മനോവിഷമമൊക്കെ ഇവർക്ക് മാറി കിട്ടുന്നതായിരിക്കും. കർമ്മരംഗം പുഷ്ടിപ്പെടാനുള്ള സാധ്യത പൊതുവെ പറയപ്പെടുന്നുണ്ട്. മനസ്വസ്ഥത കുറവ് എടുത്തു പറയത്തക്ക ഒരു ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും രണ്ടടി മുന്നോട്ട് വെക്കുമ്പോൾ മൂന്നടി പുറകോട്ട് പോകുന്നൊരവസ്ഥ ഇവർക്കുണ്ടാകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ദോഷപരിഹാരമായിട്ട് പ്രദോഷ വ്രതം എടുക്കുന്നതും പരാശക്തി ചുവന്ന പട്ട് സമർപ്പിച്ച് ചുവന്ന മാല സമർപ്പിച്ച് മന്ത്രങ്ങളൊക്കെ പ്രത്യേകിച്ച് ദൈവമാത്മ്യം സൂക്തങ്ങൾ ഒക്കെ ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. പൂരനക്ഷത്രത്തിന് നമുക്ക് വിദേശത്ത് പറഞ്ഞിരിക്കുന്ന ജോലി എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ വൈകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഏജൻസി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വരുമാന വർധനവ് പറയപ്പെടുന്നുണ്ട്. സന്തോഷകരവും സുഖകരമായിട്ടുള്ള ജീവിതം ഇവർക്കുണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. സാമ്പത്തിക നേട്ടം ഇവർക്ക് പലതും ഉണ്ടാകുമെങ്കിലും ഇവർ മനസ്സറിയാത്ത കാര്യത്തിന് പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ബാങ്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ ചെറിയ രീതിയിലൊക്കെ പ്രായണ ഒരു ജൂണിന് ശേഷം വർദ്ധിക്കുമെങ്കിലും ഒരു ഡിസംബറോടെ അതൊക്കെ മാറ്റം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്ത് ശക്തി, അതായത് കുടുംബ ബന്ധങ്ങൾ കുറച്ച് ശക്തിപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേക രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു സങ്കീർണാവസ്ഥ ഇവർക്ക് ഉണ്ടാവുമെങ്കിലും ഇവരുടെ ബുദ്ധി വൈഭവം കൊണ്ട് അതിൽ നിന്നൊക്കെ അവർ കരകയറി പോകുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇവരെ പിടിച്ചൊന്ന് ഒലിച്ചു എന്ന് വരാം. പ്രത്യേക രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്ക് എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായിട്ട് കാലം തന്നെയാണ്. പാചകത്തിനോടും കൃഷിയോടും ബിസിനസ്സിനോടും സാമ്പത്തികത്തിനോടും ഒക്കെ ഒരു ആഗ്രഹം വർദ്ധിക്കാൻ അല്ലെ ആർത്തി കൂടാനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ചുരുക്കം ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും പൊതുവെ അവർക്ക് ഗുണം കൂടുതലായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ജലധാര, കരിക്കുധാര, പിൻവിളക്ക്, ചാമുണ്ഡി ദേവിക്ക് ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഭഗവത് സേവ മുതലായ വഴിപാട് ചെയ്യുന്നതും ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും പരിഹാരമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഉത്തര നക്ഷത്രത്തിൽപ്പെട്ട കലാകാരന്മാർക്ക് സാഹിത്യകാരന്മാർക്ക് വളരെ ഗുണകരമായിട്ടൊരു സമയം തന്നെയാണ്. അവാർഡ് അംഗീകാരങ്ങൾ മുതലായി കിട്ടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. മികച്ച ജോലിക്ക് സാധ്യത പറയപ്പെടുന്നുണ്ട്. പ്രതീക്ഷിച്ചവരിൽ നിന്നും ചില സമയത്ത് സഹായം കിട്ടിയില്ല എന്ന് വരും, അതിലൊന്നും മനസ്സ് വിഷമിക്കേണ്ട ആവശ്യകതയില്ല. കുടുംബത്ത് ചെറിയ വിഷമതകൾ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, പ്രായം അതിൽ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ നല്ല രീതിയിൽ അലട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഒരു സന്താനങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതി പെറ്റിയോ ചെറിയ കേസോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത കാണിക്കുന്നുണ്ട്. സന്തോഷാനുഭവങ്ങളാണ് കൂടുതലും ഇവർക്ക് പറയപ്പെടുന്നതെങ്കിലും ധനപരമായിട്ടുള്ള ചെറിയ നഷ്ടങ്ങൾ പറയപ്പെടുന്നുണ്ട്. പ്രായണ സ്വത്തുക്കൾ പലതും സമ്പാദിക്കാൻ വസ്തു എസ്റ്റേറ്റ് മുതലായ കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കാര്യവിജയം പ്രതീക്ഷിക്കാമെങ്കിലും ചില സമയത്ത് സുഹൃത്തുക്കളായിട്ട് അല്ലെ സഹായിയായിട്ട് നിൽക്കുന്ന ബന്ധുവിൽ നിന്നും ചെറിയ ചതിവൊക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കുക. കാര്യവിജയം എടുത്തു പറയത്തക്ക ഒരു ഗുണം തന്നെയായിട്ട് പറയുന്നുണ്ട്. ബന്ധുക്കളുമായിട്ട് ചെറിയ കലഹത ഉണ്ടാവും. ദമ്പതി കലഹം എടുത്തു പറയത്തക്കൊരു ദോഷം തന്നെയാണ്.
പിന്നെ ഉറച്ച മനസ്സോടെയുള്ള ഇവരുടെ തീരുമാനങ്ങളും ഇവരുടെ നീക്കങ്ങളും ഒക്കെ ഇവരെ ഉയർച്ചയെത്തിക്കാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. വ്യാപാരത്തിൽ ചെറിയ ഇതിലെ കൈപ്പഴ കൊണ്ട് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം. അതൊക്കെ പ്രായം നികത്തി മുന്നോട്ട് വരെ പോകുന്നതായിരിക്കും. വ്യാപാരം വിടേണ്ട ആവശ്യമൊന്നുമില്ല. വിഷ്ണു ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം ചന്ദനം ചേർത്ത് പാർവ്വതീദേവിക്ക് സ്വയംവരാർച്ചന നടത്തുന്നത്, പാർവ്വതീദേവിയുടെ ഇഷ്ടമന്ത്രം കൊണ്ട് ഇഷ്ടസൂക്തം കൊണ്ട് അർച്ചന നടത്തുന്നത്, ഭാഗ്യസൂക്താർച്ചന നടത്തുന്നത് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അത്ത നക്ഷത്രത്തിൻ്റെ ഫലത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അത്ത നക്ഷത്രത്തിന് പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ എന്തെങ്കിലും ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക്, വളരെ കാലമായിട്ട് സ്ഥലം മാറ്റം ശ്രമിക്കുന്നവർക്ക് സ്ഥലം മാറ്റം കിട്ടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. കഠിനാധ്വാനം കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് പ്രവൃത്തിക്കനുസരിച്ചുള്ള തന്നെ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് നിൽക്കുന്നവർക്കാണെങ്കിലും ആ രംഗം പുഷ്ടിപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ദൂരയാത്രകൾ പലതും ആവശ്യമായിട്ട് വരാം. ദൂരയാത്രകൾക്ക് പ്രയോജനപ്പെട്ടു വരാനും സാധ്യത പറയപ്പെടുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ ആദ്യം വലിയ ഗുണമില്ലെങ്കിൽ പിന്നീട് ആദായകരമായിട്ട് മാറുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ശത്രുക്കളും വർദ്ധിക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബന്ധുമിത്രാദികളുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്താനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ശത്രുക്കൾ നല്ല രീതിയിൽ കരുതിയിരിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നത്, പൊങ്ങച്ചം പറയുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. മാതാവിനോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലും സർജറിക്കുള്ള സാധ്യത, അതിനുവേണ്ടി അവൻ ആശുപത്രിയിൽ കഴിയേണ്ട അവസ്ഥകളൊക്കെ വന്നു വരാം. ഒരു ദോഷപരിഹാരമായിട്ട് കൃഷ്ണസ്വാമിമ്പലത്തിൽ തൃക്കൈവെണ്ണ വഴിപാട് ചെയ്യുന്നതും, ശാസ്താക്ഷേത്രത്തിൽ എള്ളുപായസം വഴിപാട് നടത്തുന്നതും, ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്നതും, നിത്യം ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ നമഃ ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അടുത്ത ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഒരു വിജയം ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. ആകസ്മികമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ തന്നെയാണ് ഇവർക്ക് പൊതുവെ പറയപ്പെടുന്നത്. ശത്രുക്കളൊക്കെ എതിരാളികൾക്ക് മുട്ടുമുടക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. ആരോഗ്യവും ഉന്മേഷവും ഒക്കെ വർദ്ധിച്ചു വരുന്ന സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പങ്കാളി നിമിത്തം ചെറിയ ചതിവുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. മറ്റുള്ളവരുടെയും കൂടെ ജോലി അവൻ ഏറ്റെടുക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി ലഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. വിദേശത്ത് തൊഴിൽ രംഗത്ത് നിൽക്കുന്നവർക്കായാലും ഗുണകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. വിദേശത്ത് തൊഴിൽ രംഗത്ത് നിൽക്കുന്നവർ തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നെങ്കിലും അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് ദുർഗാദേവിക്ക് ഓം ഹ്രീം ദുർഗായ നമഃ ജപിക്കുന്നതും, ശിവക്ഷേത്രത്തിലെ പിൻവിളക്ക് വഴിപാട് ചെയ്യുന്നതും, കൂവളാർച്ചന വഴിപാട് ചെയ്യുന്നതും, മൃത്യുഞ്ജയ ഹോമം മുതലായ കാര്യങ്ങൾ ചെയ്യുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ചോദ്യ നക്ഷത്രക്കാർക്ക് ഓഫീസിലും വീട്ടിലും സമാധാനമായിട്ടുള്ള ചെറിയ ഒരു സമാധാനക്കേടുകളൊക്കെ ഉണ്ടായി വരാം. സമാധാനം നിലനിർത്താൻ ഇവർ ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരാം. ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും കുറച്ച് കൂടുതലായിട്ടുള്ള സമയം തന്നെയാണ്. എന്തിനും തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഗുരുജനങ്ങളുടെ മാതാപിതാക്കളുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഗുരുജനങ്ങളുടെ മാതാപിതാക്കളുടെ ഈ ഉപദേശം കേൾക്കാത്തത് മൂലം അപകടങ്ങൾ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതി കൊടുത്ത ധനം കുറേശ്ശെയായി ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. വ്യാപാര രംഗത്ത് നിൽക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വിവാഹത്തിന് വളരെ പറ്റിയ സമയമാണ്. അതൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പ്രണയബന്ധം വളരെ കാലമായിട്ടുള്ളവർക്ക് ആ പ്രണയബന്ധം വിവാഹത്തിൽ എത്തിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഗ്രഹനിർമ്മാണത്തിന് ശ്രമിക്കുന്നവർക്കായാലും അനുകൂലമായിട്ട് കാലം തന്നെയാണ്. തടസ്സങ്ങൾ പൊതുവെ ഉണ്ടാവുമെങ്കിൽ ഗുണഫലങ്ങൾ തന്നെയാണ് കൂടുതലും പറയപ്പെടുന്നത്. ഇവർക്ക് സ്ഥാനമാനങ്ങൾ, സമ്മാനങ്ങൾ, വിദേശ നിർമ്മിത വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഒരു ദോഷപരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചാമുണ്ഡി മന്ത്രം കൊണ്ട് അർച്ചന, കുങ്കുമാർച്ചന, പക്കനാൾ തോറും ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും, ഓം നോപ്പരായ ഗോപ്ത്രീ നമഃ ജപിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഓം ഹ്രും നോപ്പരായ ഗോപ്ത്രീ നമഃ ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ്. അടുത്ത വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രത്തിന് പുതിയ കരാറുകൾ ഒപ്പിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ആധാരം, കണ്ണട, ആഭരണങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. മികച്ച ഒരു ജോലിയിലേക്ക് മാറിക്കയറാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ഒരുപോലെ ഗുണകരമായിട്ടൊരു സമയം തന്നെയാണ്. സിനിമ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാരും ധാരാളം ഉയർച്ചകൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അവർ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഒന്ന് മാറിയാലോ എന്ന് തന്നെ തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പലരും കാലുവാരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെലവ് പ്രായണ കൂടുതലായിട്ട് വരുന്നതെന്ന് വരാം. അതിനകത്ത് വരുമാനം ലഭിക്കാത്ത മുഖം മാനസിക വിഷമമൊക്കെ ഇവർക്കുണ്ടാവും. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നീതി നിർവഹണ മേഖലയായിട്ട് നിൽക്കുന്നവർക്കാലും ഗുണകരമായിട്ടൊരു സമയം തന്നെയാണ്.
കലാ സാഹിത്യാദി മേഖലയിൽ നിൽക്കുന്നവർക്ക് സമ്മാനങ്ങൾ പുരസ്കാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സഹപ്രവർത്തകരുടെ തസ്തികയിലേക്ക് ഡീപ്രമോഷൻ കിട്ടുമോ, സഹപ്രവർത്തകർ അതിനായിട്ട് പാല് വെക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഇവർക്ക് എപ്പോഴും ഒരു ആശയക്കുഴപ്പം, ഇവർക്കൊരു എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കാൻ പ്രയാസം ഒക്കെ ഇവർക്ക് ഉണ്ടാക്കിയെന്ന് വരാം. ഒരു ദോഷപരിഹാരമായിട്ടാണെങ്കിൽ ഗണപതിക്ക് കർഗമാല ചാർത്തുന്നതും വിഷ്ണുവിന് പാൽപ്പായസം വഴിപാട് ചെയ്യുന്നതും ഓം നമോ നാരായണ എന്ന് നിത്യം 108 പ്രാവശ്യം ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അന്യനക്ഷത്രക്കാർക്ക് ചെലവ് പ്രായണ വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സ്വസ്ഥത, മനസ്സമാനക്കുറവ്, ചുരുക്കം ചില അവസരങ്ങൾ ഇവർക്ക് വന്നു വരാം. കച്ചവടത്തിൽ പ്രതീക്ഷിച്ച പോലെ ലാഭം ലഭിക്കാത്ത മുഖേന കുറച്ച് മാനസിക സംഘർഷങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും. ദൂരദേശത്ത് വാഗ്ദാനം ചെയ്ത ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. നാട്ടിലെ വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല കാലമായിട്ട് പറയപ്പെടുന്നുണ്ട്. പങ്കാളിയുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഇവർ കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരയാത്രകൾ നഷ്ടങ്ങൾ നികത്താനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. സഹോദരനുമായിട്ട് ബന്ധപ്പെട്ട മാനസിക വിഷമതകളൊക്കെ ഇവർക്ക് ഉണ്ടായെന്ന് വരാം. എടുത്തുചാട്ടം വളരെ കുറയ്ക്കേണ്ട ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെയും കൂടെ വിഴുപ്പ് അവനും ചുമക്കേണ്ട ഒരവസ്ഥയൊക്കെ ഇവർക്ക് വന്നു എന്ന് വരാം. കുടുംബകലഹം ഒഴിവാക്കാനായിട്ട് ഇവർ അസാന്തം പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരും. വിട്ടുവീഴ്ചകൾ ധാരാളം വേണ്ടുന്നൊരു സമയമാണ്, കരുതിയിരിക്കുക. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും ഇൻഷുറൻസ് മുതലായ തുകകളൊക്കെ അത് നഷ്ടം നികത്താനും ഒക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വളരെ കാലമായിട്ട് പണയത്തിലൊക്കെ ഇരുന്ന് സ്വർണ്ണങ്ങളൊക്കെ എടുക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. അടുത്ത് പെരുമാറുന്ന വ്യക്തികളിൽ നിന്നും ചെറിയ രീതിയിലുള്ള ചതിവ് കളവൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീട് സംബന്ധമായിട്ട് ചെറിയ രീതിയിലുള്ള കലഹതകളൊക്കെ ഉണ്ടാവുമെങ്കിലും വീട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല കാലമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള നേത്ര രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വന്നു വരാം. വരുമാനം നോക്കാതെയുള്ള ചെലവ് ഇവർക്ക് നഷ്ടങ്ങളൊക്കെ വരുത്താം, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരമായിട്ട് ദുർഗാക്ഷേത്രത്തിൽ രാജരാജേശ്വരി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഇഷ്ടസൂക്തങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് ശ്രീസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും ഓം ഹ്രീം ദുർഗായ നമെന്ന മന്ത്രം നിത്യം ജപിക്കുന്നതും ഓം രാഹവേ നമാന്നും ഓം കേതവേ നമാന്നും നിത്യം ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിന് മുൻകോപം ധാരാളം പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായി. മുൻകോപമൊക്കെ വളരെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. പുതിയ കൂട്ടുകെട്ടുകൾ മുഖേന ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൂട്ടുകെട്ടുകൾ മുഖേന ചെറിയ ചീത്തപ്പേരൊക്കെ കേൾക്കാൻ യോഗമുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കലാകാരന്മാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലമായിട്ടാണ് പറയപ്പെടുന്നത്. ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ വരാം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൂട്ടുകച്ചവടത്തിന് ഒട്ടും പറ്റാത്തൊരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ സമയത്തിന് പറയാവുന്നത്. ബഹുമതി അംഗീകാരങ്ങളും ഒക്കെ ഇവർക്ക് പ്രായണ സെപ്റ്റംബറിന് ശേഷം ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. മേലധികാരികളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങാനുള്ള യോഗം ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. മേലധികാരികളിൽ നിന്നും എന്തൊക്കെ ചില സമ്മാനങ്ങൾ ലഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലതും വരുമെങ്കിലും ഇവരുടെ അവസരോചിതമായ പെരുമാറ്റത്തിലൂടെ അതൊക്കെ മാറിപ്പോവാനും മതി. സ്ത്രീകളുമായിട്ട് കഴിവതും കലഹത ഉണ്ടാവാതിരിക്കുക. ബന്ധുക്കളുമായിട്ട് മോശം സമീപനം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദേശത്തെ പഠനത്തിന് സ്കോളർഷിപ്പിനൊക്കെ ശ്രമിക്കുന്നവർക്കായാലും ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. തീർത്ഥാടന യാത്രകൾ നടക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. കുടുംബ സ്വത്തുക്കൾ സംബന്ധമായിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ അവർക്ക് ഉണ്ടായെന്ന് വരാം, അതൊക്കെ കുഴപ്പമില്ല മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബ സ്വത്തുക്കൾ വിറ്റിട്ട് കടബാധ്യതകൾ തീർക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. വാടക വീടിലേക്ക് മാറാൻ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് മാറാൻ ഒക്കെയുള്ള യോഗം കാണിക്കുന്നുണ്ട്. വീട് അല്ലെങ്കിൽ നാട് വിട്ടുപോയാൽ കൊള്ളാം എന്ന് തന്നെയുള്ള മനസ്സിനെ എത്തിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിന്ന് വരും. ഇവർ എപ്പോഴും ആത്മസംയമനം പാലിക്കുക. ഗണപതി ക്ഷേത്രത്തിലെ പരിഹാരമായിട്ട് കർഗമാലയും സമർപ്പിച്ച് നാളികേരം ഉടയ്ക്കുന്നതും മഹാദേവന് ക്ഷീരധാര വഴിപാട് ചെയ്യുന്നതും 108 ഓം നമഃ ശിവായ നിത്യം ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. മൂല നക്ഷത്രക്കാർക്ക് ഏറെക്കാലമായിട്ട് ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതിലൂടെ സാമ്പത്തികം നല്ല രീതിയിൽ നിലനിർത്താനൊക്കെ ഇവർക്ക് സാധിക്കും. കൃഷിരംഗത്ത് നിൽക്കുന്നവർക്ക് മെച്ചപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പരിശ്രമശാലികളായിട്ടുള്ള സ്ത്രീകൾക്കായാലും ഉന്നമനം ഉണ്ടാവുന്ന സമയം തന്നെയാണ്. ജീവിത പങ്കാളി നിമിത്തം ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. വിശാലമായ ലക്ഷ്യത്തോടെ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും ലാഭം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഓഹരി വിപണി അല്ലെ ഊഹ കച്ചവടമായിട്ട് നിൽക്കുന്നവർക്കായാലും അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ്. ലോട്ടറി ബിസിനസ്സുമായിട്ട് നിൽക്കുന്നവർക്ക്, ലോട്ടറി എടുക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള 1-2 അക്കത്തിനൊക്കെ ചെറിയ സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും വിജയം നേടാനാകുമെങ്കിലും ഇവർക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ ചെറിയ കൈമോശം വരാൻ അത് വളരെ കാലത്തിന് ശേഷം തിരിച്ചു കിട്ടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. നല്ല രീതിയിലുള്ള വിജയം വിദ്യാർത്ഥികൾ കൈവരിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. വിദേശത്ത് കഴിയുന്നവർക്ക് സമയം അത്ര നന്നല്ല എന്ന് കണ്ട് പ്രവർത്തിക്കുക. കഴിവത് കടം കൊടുക്കുന്നതൊക്കെ കുറയ്ക്കുന്നത് നന്നായിരിക്കും.
ദോഷപരിഹാരമായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ കർഗമാല സമർപ്പിക്കുന്നതും കൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ വഴിപാട് ചെയ്യുന്നതും നിത്യം നമ്മൾ സുദർശന മന്ത്രം ആരെങ്കിലും നിന്ന് ഉപദേശം വാങ്ങിച്ച് ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. സർപ്പക്ഷേത്രത്തെ വല്ലപ്പോഴും ശക്തിയുക്ത വഴിപാട് ചെയ്യുന്നതും ശ്രേഷ്ഠമായിരിക്കും. അടുത്തത് പുരാട നക്ഷത്രമാണ്. പുരാട നക്ഷത്രത്തിന് ബിസിനസ്സുകാർക്ക് അത്ര നല്ല സമയമല്ല എന്ന് കണ്ട് പ്രവർത്തിക്കുക. കിട്ടാനുള്ള പണം കുറച്ച് നാളത്തേക്ക് നീട്ടി വെക്കണം ശ്രദ്ധ കാണിക്കുന്നുണ്ട്. പലിശ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തിരിച്ചടികളൊക്കെ ഉണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കുക. വസ്തു ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള കോട്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കുക. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനമൊക്കെ നിലനിർത്താൻ ഇവർ കുറച്ച് കൂടുതലായിട്ട് ശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരാം. കുടുംബത്ത് സമ്പാദ്യം വരാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട്. ദാമ്പത്യ ക്ലേശം ദാമ്പത്യ കലഹതയൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒരുപാട് രൂക്ഷമാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശാരീരിക ഉത്കണ്ഠകളൊക്കെ ഇവർക്ക് പലപ്പോഴും വന്നു വരാം. മനോവിഷമം എടുത്ത് പറയത്തക്ക ഒരു ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. തൊഴിൽ സംരംഭങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലാഭം ലഭിക്കാത്തത് മൂലം അസ്വസ്ഥതകൾ ഉണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കുക. ശത്രുക്കളിലായിട്ടുള്ള ദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ ഒരുപാടുണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കുക. യഥാവിധി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ദോഷപരിഹാരമായിട്ട് ദുർഗാപ്രീതിയും മഹാദേവ പ്രീതിയും ശാസ്താപ്രീതിയാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രങ്ങൾ മാസം അവൻ്റെ നാളിന് എന്തെങ്കിലും ശക്തി വെക്കുന്ന വഴിപാട് ഡിസംബർ വരെ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഉത്രാട നക്ഷത്രത്തിന് കച്ചവടത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഊഹ കച്ചവടം നിമിത്തം ആ ബുദ്ധിമുട്ടുകൾ നികത്താനുള്ള ശ്രദ്ധ കാണിക്കുന്നുണ്ട്. തൊഴിൽ ഉപേക്ഷിച്ചാലോ അല്ലെങ്കിൽ നാട് തന്നെ വിട്ടാലോ എന്നൊക്കെ ഇവർക്ക് തോന്നലുകളൊക്കെ ഉണ്ടാകും, അതിനെ ശ്രമിക്കുകയും ചെയ്യും, അതൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ദേഷ്യത്തിൻ്റെ പുറത്ത് ഇവരുടെ എടുത്തിയാട്ടം കുറച്ച് കുറയ്ക്കേണ്ടതായിട്ട് വരും. സ്വജനങ്ങൾ ആയിട്ട് ഒരു വേർപാടുണ്ടാവാൻ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. പ്രശ്നങ്ങളെ ധൈര്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പ്രായേണ ഒരു ആഗസ്റ്റിന് ശേഷം ഒരു മനസ്സ് സംജാതമാവുന്നതായിരിക്കും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവാതെ കഴിവതും നോക്കേണ്ടതാണ്. നിശ്ചയം വരെ എത്തിയ വിവാഹങ്ങൾ സന്താനങ്ങൾക്കോ സഹോദരങ്ങൾക്കോ മുടങ്ങിപ്പോകാനുള്ള ശ്രദ്ധ കാണിക്കുന്നുണ്ട്. അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾ പലതും കുടുംബത്ത് അരങ്ങേറാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട്. പൊതുവെ അത്ര നല്ല സമയമല്ല എന്ന് കണ്ട് പ്രവർത്തിക്കുക. കളത്രസുഖം എടുത്ത് പറയത്തക്ക ഗുണമായിട്ട് പറയപ്പെടുന്നുണ്ട്. ധാരാളം തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും പങ്കാളിയുടെ അവസരമായ പെരുമാറ്റത്തിലൂടെ പല അപകടങ്ങളിൽ നിന്നും നമുക്ക് വഴിമാറി പോകാമെന്നുള്ളതേ ഉള്ളൂ. കഴിവതും കുടുംബത്തുള്ളവരുമായിട്ട് കലഹത ഉണ്ടാവാതെ നോക്കുക. കഴിവതും കടം കൊടുക്കുന്നത് ഇടനിലം നിൽക്കുന്നത് ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കും. എന്നും സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നതും ദുർഗാക്ഷേത്രത്തിൽ വല്ലപ്പോഴും ഒക്കെ എങ്കിലും പോകുന്നതും അതുപോലെ തന്നെ ഓം മുരുകായ നമ അല്ലെ ഓം ഷൺമുഖായ നമ ഓം വൈഭവേ നമ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഓം ഹ്രീം ദുർഗായ നമ എന്ന് ജപിക്കുന്നതും പിന്നെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഈ മന്ത്രങ്ങൾ നിത്യം ജപിക്കുന്നതും ദോഷപരിഹാരമായിട്ട് ഏറ്റവും നന്നായി പറയപ്പെടുന്നുണ്ട്. തിരുവോണ നക്ഷത്രത്തിന് സാഹിത്യ മേഖല നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടൊരു സമയമാണ്. ഇവരുടെ പല ബുക്കുകൾക്കും നല്ല ഒരു പുരസ്കാരങ്ങൾ നല്ല ഒരു ജനസമ്മതി ആർജിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാരും വളരെ ഗുണകരമായിട്ട് കാലം തന്നെയാണ്. അവാർഡ് പലതും ലഭിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മാനസിക മാറ്റം എടുത്ത് പറയത്തക്ക ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഉറച്ച മനസ്സോടെ പ്രവർത്തിക്കേണ്ടതാണ്. ബാധ്യതകൾ പലതും തീർക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങാനുള്ള സാധ്യതയൊക്കെ അവർ കാണിക്കുന്നുണ്ട്. കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭങ്ങൾ ആരുടെയെങ്കിലും സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയൊക്കെ ഭാഗത്തു നിന്നും ഇവർക്ക് ഉണ്ടായിന്ന് വരാം. തൊഴിൽപരമായിട്ടുള്ള യാത്രകൾ പലതും പ്രയോജനപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള അഗ്നിബാധ വീട്ടിലുണ്ടാകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജലജന്യ രോഗങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വിവാഹത്തിലെത്താനുള്ള സാധ്യത പ്രണയബന്ധങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ല വാർത്തകൾ പലതും കേൾക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് വലിയ ഒരു ഉയർച്ച പറയാനാവുന്നില്ലെങ്കിലും ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകത്തക്ക രീതിയിലുള്ള സാമ്പത്തികം ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. അവർക്ക് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ജലധാര കരിക്കുധാര നടത്തുന്നതും പ്രദോഷ വ്രതം എടുക്കുന്നതും തിരുവോണം വ്രതം എടുക്കുന്നതും വ്യാഴാഴ്ച 1-3 നാരായണായ 108 പ്രാവശ്യം ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അവിട്ട നക്ഷത്രത്തിന് ഭൂമി നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ പോലും ഉണ്ടാകുന്നില്ല എന്നൊരു വിഷമം ഇവർക്ക് എപ്പോഴും അലട്ടിയെന്ന് വരും. ഇവർ ആരെ സഹായിച്ചാലും ഇവർക്ക് തിരിച്ചടി ഉണ്ടാകുന്നൊരു മാനസികവിഷമം ഇവരെപ്പോഴും വേട്ടയാടിയെന്ന് വരാം. വീട് മാറാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പരസ്യങ്ങൾ വഴി വരുമാനം ലഭിക്കുന്നവർക്കായാലും ഗുണകരമായിട്ടൊരു സമയം തന്നെയാണ്. ഇലക്ട്രോണിക് വസ്തുക്കളുടെ വ്യാപാരത്തിലൂടെ വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ബിസിനസ് ചെയ്യുന്നവർക്കായാലും നല്ല ഒരു ലാഭകരമായ സമയം പറയപ്പെടുന്നുണ്ട്. ചിരകാല ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ പലതും
തുടങ്ങാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ലോൺ എടുക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ വിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ട ഒരു അവസരം ഈ സമയത്ത് പറയപ്പെടുന്നുണ്ട്. വിശിഷ്യ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും വിശിഷ്യ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും വിശിഷ്യ നല്ല വസ്ത്രങ്ങൾ ലഭിക്കാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ശത്രു വിനാശനം എടുത്തു പറയത്തക്ക ഒരു ഗുണമായിട്ട് പറയപ്പെടുന്നുണ്ട്. മാനസിക സുഖം എടുത്തു പറയത്തക്ക ഒരു ഗുണമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർ അല്പസ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്കുണ്ടാകും, എങ്കിലും ഗുണഫലം തന്നെയാണ് കൂടുതലും പറയപ്പെടുന്നത്. ദോഷപരിഹാരമായിട്ട് ശാസ്താപ്രീതിക്കായിട്ട് ശനിയാഴ്ചകൾ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ഓം ഹ്രം നമപരായ ഗോപ്ത്രേതമാണെന്ന് പതിവായിട്ട് ജപിക്കുന്നതും ഓം നമ ശിവായ ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നതും രാമനാമം ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചെറിയ നക്ഷത്രത്തിന് സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയ അന്യഭാഷയിലേക്കോ മറ്റോ ക്ഷണം കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സുഖകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. പങ്കാളിയുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ ഇവർ ആരംഭിക്കാം. നഷ്ടമുള്ള ബിസിനസ്സുകൾ പലതും അവസാനിപ്പിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് പങ്കാളിയായിട്ട് ചേർന്നുകൊണ്ട് പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. പൂർവിക സ്വത്തുക്കൾ എന്തെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. മികച്ച ഒരു പാരമ്പര്യം കാരണം ഇവർക്ക് അംഗീകാരം, സമൂഹത്തിൽ ഒരു വില വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഉയർന്ന പദവി ലഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. കീഴ്ജീവനക്കാരിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടാവും. ഒരു പേശി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ബാധ്യതകൾ വീട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വായ്പ എടുത്തിട്ട് വീട് പണി പൂർത്തിയാക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് ചെറിയ രീതിയിൽ ഉണ്ടാകുമെങ്കിലും ഇവർക്ക് കൂടുതലും ഗുണം തന്നെയാണ് പറയുന്നത്. കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള കലഹതയൊക്കെ ഉണ്ടാകും. അവൻ്റെ സമയം അനുസരിച്ച് സഹോദരങ്ങൾക്ക് ഗുണകരമായിട്ട് സമയം തന്നെയാണ്. ദോഷപരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചാമുണ്ഡി പൂജ കഴിക്കുന്നതും കുങ്കുമാർച്ചന കഴിക്കുന്നതും ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട്. പൂട്ടാതി നക്ഷത്രക്കാർക്ക് കച്ചവടത്തിൽ പ്രതീക്ഷിച്ച് ലാഭം കിട്ടാനിടയില്ല. ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ധനാഗമനം ഇവർക്ക് ഉണ്ടാവുമെങ്കിലും അത് ആമയെപ്പോലെ ധനം വരികയും മുയലിനെ പോലെ ചെലവായി പോവുകയും ചെയ്യുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ആലോചനയില്ലാതെയുള്ള സംസാരങ്ങൾ, എടുത്തയാട്ടങ്ങളൊക്കെ ഇവർക്ക് ആപത്തിനെ ക്ഷണിച്ചു വരുത്താം. അമിത അധ്വാനം വേണ്ട സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ പലതും ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അകാരണമായിട്ടുള്ള മനോവിഷമങ്ങൾ വന്നു വരാം. കച്ചവടത്തിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, കച്ചവടം തന്നെ നിർത്തിപ്പോയാലും എന്നൊക്കെയുള്ള സാധ്യത ഇവർക്ക് അവിടെ എത്താനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആദായം ലഭിക്കാനുള്ള പല കാര്യങ്ങളും ഇവർക്ക് നഷ്ടത്തിലേക്ക് കലാശിക്കാനുള്ള സാധ്യത ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർക്കൊരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. ബന്ധുമിത്രാദികളുമായിട്ട് കലഹന്നവരുമായിട്ട് രമ്യതയിലാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സന്താനങ്ങൾ നിമിത്തം എന്തെങ്കിലും കേസ് വഴക്കുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തിക നഷ്ടം ഇവർക്ക് നികത്താനാകുമെങ്കിലും അതിൽ നിന്ന് കയറി വരാനായിട്ട്, അതായത് ഉയർച്ചയിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും. ശത്രുക്കളുടെ ശല്യം ധാരാളമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കർമ്മരോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കർമ്മരംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ ആ സമയത്തിന് അനുസരിച്ച് അത് ചെയ്തു തീർക്കാൻ ഇവർക്ക് പറ്റാതെ വരും. ഗുണമില്ലാത്ത ജോലിക്കാരെ പറഞ്ഞു വിട്ട് നല്ല ജോലിക്കാരെ എടുക്കാൻ അത് മുഖേന ലാഭം ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഒരു ദോഷപരിഹാരമായിട്ട് ഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഹോമം മാസം തോറും നടത്തുന്നതും ഭാഗ്യസുക്തം ജപിക്കുന്നത്, വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുന്നത്, പതിവായിട്ട് ഓം ഗം ഗണപതിയെ നമാന്ന് ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിന് തൊഴിൽ ആദായം വർദ്ധിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. പ്രൊമോഷൻ ശ്രമിക്കുന്നവർക്കായാലും ഗുണകരമായിട്ട് സമയം തന്നെയാണ്. സ്വത്തുക്കൾ നമുക്ക് ഭാഗം വെക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകൾ മുഖേന ഒരു വലിയ പ്രശ്നം പരിഹരിച്ചു പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അപമാനിതയാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ശത്രുക്കളെല്ലാം നിഷ്പ്രഭരാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളായാലും അവനിടപെട്ട് അത് നിസ്സാരവൽക്കരിച്ച് പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വളർച്ചയ്ക്ക് ഒത്തു തന്നെ ശത്രുക്കളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് അശ്രദ്ധ പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരാം. കുടുംബത്തിൽ സമാധാനം നിലനിർത്താനും അശ്രദ്ധ പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരാം. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. മൊത്തത്തിൽ സമ്മിശ്ര ഫലമാണ് ഇവർക്ക് പറയപ്പെടുന്നതെങ്കിൽ സഞ്ചാരം ധാരാളം ആവശ്യമായിട്ട് വരും. സഞ്ചാരത്തിനൊത്ത് ഇവർക്ക് പ്രയോജനം ലഭിച്ചു എന്ന് വരില്ല. അലച്ചിൽ ധാരാളം ഉണ്ടാവാം. ഉദരപീഡ ധാരാളം ഉണ്ടാവാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. സ്ത്രീകളോട് വിദ്വേഷം പ്രകടിപ്പിക്കാൻ, സ്ത്രീകളോട് ഒരു പരിധി വിട്ട് സംസാരിക്കുന്നതൊക്കെ ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കുക. സ്ത്രീകളുമായിട്ടുള്ള ഇടപാടുകളിൽ ഒരു അകലം പാലിക്കുന്നതും ഏറ്റവും നന്നായിരിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട്, വിഷ്ണു സൂക്തം കൊണ്ട്, നാരായണ സൂക്തം കൊണ്ട് അർച്ചന നടത്തുന്നതും, നിത്യം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ, ഓം നമോ ഭഗവതേ മഹാവിഷ്ണവേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും.
രേവതി നക്ഷത്രത്തിന് ആദായം ഉണ്ടാകുമെന്ന് കരുതി ഇറങ്ങിയതൊക്കെ നഷ്ടത്തിപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സർക്കാരുമായിട്ടുള്ള അനേകകാലമായിട്ട് കേസുകളൊക്കെ ഒത്തുതീർപ്പാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ഇതിന് കിട്ടാനുള്ളവർക്ക് വൈകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പ്രായമായവർക്കായാലും മുടങ്ങിക്കിടന്ന പെൻഷൻ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനൊക്കെ ലഭിക്കാമെങ്കിലും ചെറിയ രീതിയിലുള്ള കലഹത അധികാര സ്ഥാനത്ത് നിൽക്കുന്നതിനുമായിട്ടൊക്കെ ഉണ്ടാകും. അത് മുഖേന പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കുക. ഭൂമി കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ക്ലേശകരമായിട്ടുള്ള ജോലികൾ പലതും ചെയ്യേണ്ടതായിട്ടൊക്കെ വരാൻ വിദേശത്ത് നിൽക്കുന്നവർക്ക് ബന്ധുക്കളുടെ സഹായത്തിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ജോലിയിൽ ഉണ്ടാകുന്നതായിരിക്കും. കൈവിട്ടുപോയെന്ന് കരുതിയ എന്തെങ്കിലും വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പുതിയ നിക്ഷേപങ്ങളൊക്കെ ആരംഭിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ചിട്ടി, ലോട്ടറി മുതലായ ഭാഗ്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് സാമ്പത്തികം ചെലവഴിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. പലരുടെയും ആദരവ് നേടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പുതിയ എന്തെങ്കിലും വീട്ടുപകരണങ്ങളോ ഇലക്ട്രോണിക്സ് മുതലായ സാധനങ്ങളോ ഒക്കെ വീട്ടിൽ വാങ്ങിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. ദോഷപരിഹാരമായിട്ട് പക്കനാൾ തോറും സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മം കൊണ്ട് ഭസ്മാർച്ചന നടത്തുന്നതും മുഖങ്കാപ്പ് വഴിപാട് ചെയ്യുന്നതും ദേവിക്ക് അർച്ചന വഴിപാട് ചെയ്യുന്നതും ശിവക്ഷേത്രത്തിലാണെങ്കിൽ പിൻവിളക്ക് കൂളമാല വഴിപാട് ചെയ്യുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഗുണഫലങ്ങൾ ഉള്ളവർ ആ ഗുണഫലങ്ങളെ വർദ്ധിക്കാനും ദോഷഫലങ്ങളുള്ളവർ ദോഷഫലങ്ങളെ മാറിപ്പോകാനും ഞാൻ ഈ പറയുന്ന വഴിപാട് മന്ത്രജപവും ഒക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. എത്ര വലിയ ദോഷമായാലും ഈശ്വരപ്രീതി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കരകയറി പോകാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈശ്വരോ രക്ഷതു. ഇനിയും ഇതുപോലെയുള്ള പല ഗ്രഹങ്ങളുടെ മാറ്റങ്ങളുമായിട്ട് കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം.